ഒരു രാജാവിൻ്റെ വാക്ക്, ഒരു നാടിൻ്റെ വിധി മാറ്റിമറിച്ച ശാപം. സ്വന്തം മകനെ പ്രാണനെ പോലെ സ്നേഹിച്ചിട്ടും അവസാന നിമിഷം ആ മകൻ്റെ മുഖമൊന്നു കാണാൻ പോലും കഴിയാതെ മരിക്കേണ്ടി വന്ന ഒരച്ഛൻ്റെ കഥ നിങ്ങൾക്കറിയാമോ? അയോധ്യയിലെ അധിപനായിരുന്ന ദശരഥ മഹാരാജാവിൻ്റെ ഹൃദയഭേദകമായ ആ കഥയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. സൂര്യവംശത്തിലെ ഏറ്റവും പ്രതാപിയായ രാജാവായിരുന്നു അയോധ്യയുടെ അധിപനായ ദശരഥൻ. വില്ലുവിദ്യയിൽ അഗ്രഗണ്യനും 10 ദിക്കുകളിലേക്കും ഒരുപോലെ തൻ്റെ രഥം പായിക്കാൻ കരുത്തുള്ളവനുമായിരുന്നു അദ്ദേഹം. എന്നാൽ ആ വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ദശരഥൻ്റെ ഉള്ളിൽ എന്നും ഒരു വലിയ സങ്കടം നീറിപ്പുകഞ്ഞിരുന്നു. കൊട്ടാരമുറ്റത്ത് കളിച്ചു നടക്കാൻ തനിക്കൊരു മകനില്ലല്ലോ എന്ന ദുഃഖം. ദശരഥൻ്റെ ജീവിതത്തെ തകർത്തെറിഞ്ഞ ആ വിധി തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ യുവത്വത്തിലാണ്. വേട്ടയാടാൻ വലിയ താല്പര്യമുള്ള രാജാവായിരുന്നു അദ്ദേഹം. ഒരിക്കൽ സരയൂ നദിക്കരയിൽ രാത്രിയിൽ നായാട്ടിനായി പോയപ്പോൾ പുഴയിൽ നിന്ന് വെള്ളം കോരുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. ശബ്ദവേദി എന്ന വിദ്യ അറിയാവുന്ന ദശരഥൻ അത് വെള്ളം കുടിക്കാൻ വന്ന ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്തു. പക്ഷേ ആ അമ്പ് ചെന്ന് കൊണ്ടത് വെള്ളം കോരാൻ വന്ന ശ്രവണകുമാരൻ എന്ന ബാലൻ്റെ നെഞ്ചിലായിരുന്നു. അന്ധരായ മാതാപിതാക്കളുടെ ഏക ആശ്രയമായിരുന്നു ആ മകൻ. മകൻ്റെ വിയോഗമറിഞ്ഞ് ഹൃദയം തകർന്ന ആ മാതാപിതാക്കൾ ദശരഥനെ ശപിച്ചു. ഞങ്ങൾ ഈ പുത്രദുഃഖത്തിൽ നീറി മരിക്കുന്നത് പോലെ നിനക്കും നിന്റെ അന്ത്യകാലത്ത് നിന്റെ മകനെ പിരിയേണ്ടി വരും. പുത്രദുഃഖത്താൽ നീ നിന്റെ ജീവൻ വെടിയും. വർഷങ്ങൾ കടന്നുപോയി. കുട്ടികളില്ലാത്ത ദുഃഖം മാറ്റാൻ ദശരഥൻ ഋഷിശൃംഗ മഹർഷിയുടെ നേതൃത്വത്തിൽ പുത്രകാമേഷ്ടി യാഗം നടത്തി. യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന പായസം 3 പത്നിമാർക്കും നൽകിയതോടെ ദശരഥന് 4 മക്കൾ പിറന്നു: ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. തൻ്റെ ചങ്കിലെ ചോരയായ രാമനെ കാണുമ്പോൾ ദശരഥൻ ആ പഴയ ശാപത്തെ പോലും മറന്നുപോയി. തൻ്റെ രാജ്യം രാമന് കൈമാറാൻ അദ്ദേഹം ഒരുങ്ങി. രാമൻ്റെ പട്ടാഭിഷേകത്തിന് അയോധ്യ ഒരുങ്ങുമ്പോൾ കൈകേയി തൻ്റെ 2 വരങ്ങൾ ചോദിച്ചു. ഭരതൻ രാജാവാകണം, രാമൻ 14 വർഷം വനവാസത്തിന് പോകണം. പണ്ട് ദേവാസുര യുദ്ധത്തിൽ തനിക്ക് തുണനിന്ന കൈകേയിക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ ദശരഥൻ നിർബന്ധിതനായി. രാമ, എൻ്റെ പുത്ര എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം നിലവിളിച്ചു. പക്ഷേ സത്യപാലകനായ രാമൻ അച്ഛൻ്റെ വാക്ക് കേട്ട് വനത്തിലേക്ക് പുറപ്പെട്ടു. രാമൻ പോകുന്ന തേരിലെ പൊടിപടലങ്ങൾ ആകാശത്ത് മറയുന്നതുവരെ ദശരഥൻ നോക്കി നിന്നു. രാമൻ പോയി 6-ാം ദിവസം അയോധ്യയിലെ കൊട്ടാരത്തിൽ ഇരുട്ടിൽ തനിച്ചിരുന്ന ദശരഥന്റെ മുന്നിൽ ആ പഴയ കാട്ടുപാതയിലെ ശ്രവണകുമാരൻ്റെ രൂപം തെളിഞ്ഞു വന്നു. അന്ന് ആ അന്ധരായ മാതാപിതാക്കൾ നൽകിയ ശാപം അനുഭവിക്കാൻ സമയമായെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്രിയപുത്രൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് ആ വിരഹദുഃഖം താങ്ങാനാവാതെ ആ മഹാരാജാവ് തൻ്റെ പ്രാണൻ വെടിഞ്ഞു. തൻ്റെ മകനെ നെഞ്ചോട് ചേർക്കാൻ കഴിയാതെ ഒരച്ഛൻ ഹൃദയം തകർന്ന് മരിക്കേണ്ടി വന്ന ദശരഥൻ്റെ കഥ ലോകത്തെ എക്കാലത്തെയും വലിയ വിരഹകഥകളിൽ ഒന്നാണത്.